പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകം നമുക്കിന്ന് പഠിക്കാം. അറബിക് പാഠപുസ്തകത്തിലെ 1-ാമത്തെ യൂണിറ്റ്. എന്താണ് 1-ാമത്തെ യൂണിറ്റിൻ്റെ പേര്? 1-ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അസ്സിദ്ഖു നൂറുൻ. വായിക്കൂ. അസ്സിദ്ഖു നൂറുൻ. എന്താണ് അസ്സിദ്ഖ് എന്ന് പറഞ്ഞാൽ? സത്യസന്ധത. സിദ്ഖ് എന്താണ്? സത്യസന്ധത. നൂറുൻ എന്ന് പറഞ്ഞാലോ? പ്രകാശം. അപ്പോൾ അസ്സിദ്ഖു നൂറുൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധത പ്രകാശമാണ്. സത്യസന്ധത നിങ്ങൾക്കറിയില്ലേ? സത്യം മാത്രം പറയണം, സത്യം മാത്രം ചെയ്യണം. നമ്മൾ ഒരിക്കലും കളവ് പറയാനേ പാടില്ല. അതാണ് സത്യസന്ധത. സത്യസന്ധതയെക്കുറിച്ചാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ അൽ വഹദത്തുൽ ഊല, അതായത് 1-ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. അൽ വഹദത്തുൽ ഊല മീൻസ് ഫസ്റ്റ് യൂണിറ്റ്, 1-ാമത്തെ യൂണിറ്റ്. ഇനി ഈ യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ പാഠമാണ് അൻത സ്വാദിഖുൻ. അൻത സ്വാദിഖുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ സത്യസന്ധനാണ്. അൻത എന്നാൽ നീ, സ്വാദിഖുൻ സത്യസന്ധൻ. സിദ്ഖ് എന്തായിരുന്നു? സത്യസന്ധത, അതായത് സത്യം പറയൽ. സ്വാദിഖുൻ എന്താണ്? സത്യസന്ധൻ, സത്യം പറയുന്നവൻ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സ്വാദിഖാണ്, സത്യം പറയുന്നവരാണ്. ഇനി അടുത്ത പേജ് മറിച്ച് നോക്കിയാൽ നമുക്കിവിടെ കുറേ പത്രങ്ങളുടെ ചിത്രങ്ങൾ കാണാം. ഇവിടെ അറബി പത്രങ്ങളാണ്. നമ്മൾ മലയാളം പത്രങ്ങൾ കാണാറുണ്ട്. അതേ രൂപത്തിൽ അറബ് നാട്ടിൽ അറബി പത്രങ്ങൾ ഉണ്ടാവും. ആ പത്രത്തിലെ ഒരു ന്യൂസിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഫതഹും കസറും ഒന്നും ഇട്ടിട്ടില്ല. എന്നാലും നമ്മൾ അറബി നന്നായി പഠിച്ചാൽ നമുക്ക് ഇത് വായിക്കാൻ കഴിയും. ഇത് ഞാൻ വായിക്കാം. റദ്ദത്തുല്ലാബു അൽ മബ്ലഗൽ മഫ്ഖൂദ ഇലാ സ്വാഹിബിഹി. എന്താണ് ഈ പറഞ്ഞത്? മനസ്സിലായോ? വിദ്യാർത്ഥികൾ കളഞ്ഞുപോയ പണം അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു നൽകി. അതായത് ഒരു ന്യൂസ് വന്നതാണ് പത്രത്തിൽ. എന്താണ് ന്യൂസ് വന്നത്? ഏതോ ഒരാളുടെ കളഞ്ഞുപോയ പണം ആർക്ക് കിട്ടി? കുറച്ച് വിദ്യാർത്ഥികൾക്ക് കിട്ടി. അവരാ പണം അതിൻ്റെ ഉടമയെ കണ്ടുപിടിച്ച് വീട്ടിൽ പോയി തിരിച്ചു കൊടുത്തു. അതാണ് ന്യൂസ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ സത്യസന്ധരാണ്. ആ വിദ്യാർത്ഥികളൊക്കെ സ്വാദിഖുമാരാണ്. അവരെപ്പോലെ നമ്മളും സത്യസന്ധരാകണം. നമുക്ക് കളഞ്ഞു പോയത് വല്ലതും കിട്ടിയാൽ അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണം, അല്ലാതെ അത് നമ്മൾ എടുക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ ആരോടും കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാവൂ. ഇനി നമ്മുടെ 1-ാമത്തെ പാഠം എന്താണെന്ന് നോക്കാം. ഇതാണ് 1-ാമത്തെ പാഠത്തിൻ്റെ പേര്. അൻത സ്വാദിഖുൻ. നീ സത്യസന്ധനാണ്. അൻത എന്ന് പറഞ്ഞാൽ നീ, സ്വാദിഖുൻ സത്യസന്ധൻ. അൻത സ്വാദിഖുൻ, നീ സത്യസന്ധനാണ്. ഇതൊരു കഥയാണ്. ഈ കഥയിൽ ആരൊക്കെയാണുള്ളത്? ഒരു ഉപ്പയുണ്ട്, ഉപ്പയുടെ മക്കളുണ്ട്, ഉമ്മയുണ്ട്. അപ്പോൾ എവിടെ വെച്ചായിരിക്കും കഥ നടക്കുന്നത്? ഉപ്പയും മക്കളും ഉമ്മയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ കഥ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. എന്താണ് കഥ എന്ന് നോക്കാം. ഈ കുട്ടിയുടെ പേരാണ് സിനാൻ. ഈ കുട്ടിയുടെ പേരെന്താണ്? സിനാൻ. ഒരു ദിവസം അഖദ സിനാനുൻ അൽ ജവ്വാല. സിനാൻ മൊബൈൽ ഫോൺ എടുത്തു. അഖദ, എടുത്തു. വായിച്ചു നോക്കൂ, ഇവിടെ കാണുന്നില്ലേ? അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ്. അഖദ സിനാനുൻ, സിനാൻ എടുത്തു. അൽ ജവ്വാല, മൊബൈൽ ഫോൺ. കാണുന്നില്ലേ? സിനാൻ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നത് നല്ല സന്തോഷത്തോടെ നോക്കുകയാണ്. ആരുടെ ഫോണാണ് സിനാൻ എടുത്തത്? ഉപ്പയുടെ ഫോണാണ് എടുത്തത്. നിങ്ങൾ എടുക്കാറുണ്ടോ ഉപ്പയുടെ ഫോൺ? ഫോൺ എടുക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിൽ കാണിച്ചു തരാനുണ്ടെങ്കിൽ ഉപ്പയും ഉമ്മയും കാണിച്ചു തരും. അല്ലാതെ ഉപ്പയുടെയും ഉമ്മയുടെയും ഫോണ് എടുത്ത് കളിക്കാൻ പാടില്ല. എടുത്ത് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ കാണാം. അങ്ങനെ സിനാൻ ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് സിനാൻ എന്താണ് പറയുന്നത്?
ഹായ് ജവാൽ. സിനാൻ എന്താ പറയുന്നത്? ഹായ് ജവാൽ. ജവാൽ എന്ന് പറഞ്ഞാൽ എന്താ? മൊബൈൽ ഫോൺ. ഹായ് മൊബൈൽ ഫോൺ. ഉപ്പാൻ്റെ മൊബൈൽ ഫോൺ ഉപ്പ കാണാതെ എടുത്തതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? സഖത്തൽ ജവാലു. മൊബൈൽ ഫോൺ വീണുപോയി. വങ്കസറ. അയ്യോ, മൊബൈൽ ഫോൺ പൊട്ടിപ്പോയി. സഖത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വീണു. അൽ ജവാലു മൊബൈൽ ഫോൺ. സഖത്തൽ ജവാലു മൊബൈൽ ഫോൺ വീണു. വങ്കസറ. ഇൻകസറ എന്ന് പറഞ്ഞാൽ പൊട്ടി. സഖത്തൽ ജവാലു വങ്കസറ മൊബൈൽ ഫോൺ വീഴുകയും പൊട്ടുകയും ചെയ്തു. കാണുന്നില്ലേ? സിനാന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ താഴെ പോയി. താഴെ വീണപ്പോൾ പൊട്ടിപ്പോയി. പൊട്ടിയപ്പോൾ സിനാൻ എന്ത് ചെയ്തു? സിനാനാകെ പേടിച്ചു പോയി. ഉപ്പാൻ്റെ വില പിടിച്ച മൊബൈൽ ഫോണാണ്, പൊട്ടിപ്പോയി തന്നോട്. ഇനി ഉപ്പയെങ്ങാൻ ഇതറിഞ്ഞാൽ തനിക്ക് വഴക്ക് കിട്ടും അല്ലേ എന്ന് പേടിച്ച് സിനാൻ ആരോടും പറയാതെ മൊബൈൽ ഫോൺ അവിടെ തന്നെ വെച്ചുകൊണ്ട് സിനാൻ അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ കണ്ടു. എന്ത് കണ്ടു? തൻ്റെ മൊബൈൽ ഫോൺ നിലത്ത് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഉപ്പ മൊബൈൽ ഫോൺ എടുത്തപ്പോഴാണ് ഫോണ് പൊട്ടിയത് കാണുന്നത്. ഫോണ് പൊട്ടി എന്നറിഞ്ഞപ്പോൾ ഉപ്പ ഉറക്കെ ജവ്വാലി എന്ന് പറഞ്ഞു. എന്താ ജവ്വാലി? എൻ്റെ ഫോണ് പൊട്ടിപ്പോയി അല്ലേ? ഉപ്പാക്ക് സങ്കടം വന്നു, ഉപ്പാക്ക് ദേഷ്യം വന്നു. ഫോണ് വിലപിടിച്ച ഫോണാണ്, അതാണ് പൊട്ടിക്കിടക്കുന്നത്. പെട്ടെന്നത് കണ്ടപ്പോൾ ഉപ്പാക്ക് ആകെ ദേഷ്യമായി. പിന്നെ ഉപ്പ എന്ത് ചെയ്തു? ഉപ്പ മക്കളെല്ലാവരെയും വിളിച്ചു. ഇതാണ് ഉപ്പയുടെ മക്കളും ഇത് ഉമ്മ അല്ലേ? എത്ര മക്കളുണ്ട്? 3 മക്കൾ. ഒന്നിവിടെ നീല ഷർട്ടിട്ട് സിനാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് സിനാൻ്റെ സഹോദരനാണ്. ഇവിടെയുള്ളതോ സിനാൻ്റെ സഹോദരിയാണ്. ഇത് സിനാൻ്റെ ഉമ്മയാണ്. അപ്പോൾ 3 മക്കളെയും അടുത്ത് വിളിച്ചു വരുത്തി ഉപ്പ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? വായിച്ചു നോക്കൂ. മൻ കസറഹാദ. ആരാണിത് പൊട്ടിച്ചത്? മൻ ആര്, കസറ പൊട്ടിച്ചു, ഹാദ ഇത്. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കളോട് ചോദിക്കുകയാണ്, ഇതാരാ പൊട്ടിച്ചത്? അൻതിയ ഫാത്തിമ. ഫാത്തിമ നീയാണോ? ഇതാണ് ഫാത്തിമ, സിനാന്റെ സഹോദരി. ഉപ്പ ആദ്യം ചോദിച്ചത് ഫാത്തിമയോടാണ്. ഫാത്തിമ നീയാണോ ഉപ്പാന്റെ ഫോൺ പൊട്ടിച്ചത്? അൻതി എന്ന് പറഞ്ഞാൽ നീ. അൻതിയ ഫാത്തിമ. ഇതൊരു ചോദ്യമാണ് അല്ലേ? ഇവിടെ ചോദ്യചിഹ്നം ഇട്ടത് കാണാം. ചോദ്യം എഴുതുമ്പോഴാണ് ചോദ്യത്തിൻ്റെ ചിഹ്നമായ ഈ ചിഹ്നം ഇടുന്നത്. ഇത് ഫാത്തിമയോട് ഉപ്പ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അൻതിയ ഫാത്തിമ. നീയാണോ ഫാത്തിമ എൻ്റെ ഫോൺ പൊട്ടിച്ചത്? അപ്പോൾ ഫാത്തിമ മറുപടി പറയുന്നത് എന്താ? വായിക്കൂ. ലാ യാ ബാബ. അല്ല ബാപ്പ, ഞാനല്ല. ലാ അല്ല, യാ ബാബ ബാപ്പ ഞാനല്ല പൊട്ടിച്ചത് എന്ന് ആര് പറഞ്ഞു? ഫാത്തിമ പറഞ്ഞു. പിന്നെ ഉപ്പ ചോദിക്കുന്നത് ആരോടാണ്? അൻതയാ ഷിഹാബ്. ഷിഹാബെ നീയാണോ? ഇതാണ് ഷിഹാബ്. അപ്പോൾ സിനാന്റെ സഹോദരന്റെ പേര് ഷിഹാബ് എന്നാണ്. സിനാന്റെ സഹോദരിയുടെ പേരെന്താ? ഫാത്തിമ. അപ്പോൾ ആദ്യം ഫാത്തിമയോടും പിന്നീട് ഷിഹാബിനോടുമാണ് ഉപ്പ ചോദിച്ചത്. ഷിഹാബിനോട് എന്താ ചോദിക്കുന്നത്? അൻതയാ ഷിഹാബ്. നീയാണോ ഷിഹാബെ? നീയാണോ എൻ്റെ ഫോൺ പൊട്ടിച്ചത്? എന്നാൽ ഷിഹാബ് അതിന് ഉത്തരം പറയുന്നതിന് മുമ്പേ സിനാൻ അതിന് ഉത്തരം പറഞ്ഞു. സിനാൻ എന്താ പറഞ്ഞത്? അനയാ ബാബ. ഞാനാണ് ബാപ്പ. സഖത്ത മിൻ യദി. അത് എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി. ഞാൻ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതല്ല. സഖത്ത അത് വീണതാണ്. മിൻ യദി എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണുപ്പ എന്നാര് പറഞ്ഞു? സിനാൻ പറഞ്ഞു. അപ്പോൾ ഉപ്പാക്ക് സിനാനോട് വെറുപ്പ് തോന്നിയോ? ദേഷ്യം തോന്നിയോ? ഇല്ല. കാരണം സിനാൻ സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉപ്പാക്ക് സിനാനോട് ഒരു ഇഷ്ടമാണ് തോന്നിയത്. എന്നിട്ട് ഉപ്പ പറഞ്ഞു, യാ ബുനയ്യ, മോനെ, അൻത സ്വാദിഖുൻ, നീ സത്യസന്ധനാണ്. അൻത നീ, സ്വാദിഖുൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞു. അതായത്
ഫോൺ പൊട്ടിച്ചതിന് വഴക്ക് കിട്ടുമോ എന്ന് പേടിച്ച് സിനാൻ കളവ് പറഞ്ഞില്ല. മറിച്ച് വഴക്ക് കിട്ടിയാലും കുഴപ്പമില്ല, സത്യം മാത്രമേ പറയൂ എന്ന് കരുതിക്കൊണ്ട് സിനാൻ സത്യം തന്നെ പറഞ്ഞു, ഞാനാണ് പൊട്ടിച്ചത് എന്ന്. അല്ല, എൻ്റെ കയ്യിൽ നിന്നും വീണുപോയി പൊട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിനാൻ അത് പറഞ്ഞപ്പോൾ, സിനാൻ സത്യം പറഞ്ഞപ്പോൾ ഉപ്പാക്ക് സന്തോഷമായി. തൻ്റെ മകൻ ഈ ഒരു അവസ്ഥയിലും ഉപ്പാൻ്റെ വഴക്ക് കിട്ടുമെന്ന് പേടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ പോലും സത്യം പറഞ്ഞിരിക്കുന്നല്ലോ എന്നോർത്തപ്പോൾ ഉപ്പാക്കും സന്തോഷമായി. അതുകൊണ്ട് ഉപ്പ അവനെ വഴക്കൊന്നും പറഞ്ഞില്ല. ഉപ്പ എന്ത് പറഞ്ഞു? യാ ബുനയ്യ, മോനെ, അൻത സ്വാദിഖുൻ, നീ സത്യസന്ധനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്താണ് പറയുന്നത്? കുൻ ഹദിറൻ, നീ സൂക്ഷിക്കണം, നീ ശ്രദ്ധിക്കണം, ഫോണും ഒന്നും എടുക്കാൻ പാടില്ല, ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ സൂക്ഷിക്കണം, അത് വീഴാതെ സൂക്ഷിക്കണം, കേടുവരാതെ സൂക്ഷിക്കണം എന്ന് ഉമ്മ ഒരു ഉപദേശം കൊടുത്തു. ഇവിടെ നമുക്കൊരു വാചകം കാണാം, ഇത് വായിച്ചു നോക്കൂ. കുലിൽ ഹക്ക വലൗ കാന മുറൻ. ഇതൊരു ഹദീസാണ്. എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഹദീസ് എന്ന് പറയുക. ഇത് മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്യമാണ്. എന്താണിത്? കുലിൽ ഹക്ക വലൗ കാന മുറൻ. കൈപ്പേറിയതാണെങ്കിൽ പോലും സത്യം മാത്രമേ പറയാവൂ, അതാണ് ഇതിൻ്റെ അർത്ഥം. കുലിൽ ഹക്ക, നീ സത്യം പറയണം, വലൗ കാന മുറൻ, ആ സത്യം കയ്പുള്ളതാണെങ്കിൽ പോലും. എന്നുവെച്ചാൽ സിനാൻ ചെയ്തതുപോലെ സത്യം പറഞ്ഞാൽ വഴക്ക് കിട്ടും എന്ന് പേടിയുണ്ട്, എന്നാലും എന്തു തന്നെ പറയണം? സത്യം തന്നെ പറയണം. അതാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞത്. മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കും. അങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ട് സിനാൻ ഉപ്പയുടെ വഴക്കിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി അടുത്ത പേജിൽ ഒരു കളി കൊടുത്തിട്ടുണ്ട്. എന്താണ് കളി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേ കുട്ടികൾ വട്ടത്തിൽ നിന്നിരിക്കുന്നു. നിങ്ങൾ ഈ കളി ക്ലാസ്സിൽ നിന്നും കളിച്ചിട്ടുണ്ടാകും. ഇനി നിങ്ങൾ വീട്ടിൽ നിന്നും കൂട്ടുകാരോടൊപ്പം ഈ കളി കളിക്കാം. വീട്ടിൽ നിന്നും ക്ലാസ്സിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സ്വയം കളിക്കാവുന്ന ഒരു കളിയാണിത്. നതഹദ്ദസു വനൽഅബു, നമുക്ക് സംസാരിക്കാം, കളിക്കാം. ഇത് സംസാരിച്ചു കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. ആദ്യം ഈ കുട്ടിയാണ് പറയുന്നത്. ഈ കുട്ടി എന്താ പറയുന്നത്? അന അനസ്. മൻ അൻതി? അന അനസ്. അന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഞാൻ. അനസ്, അന അനസ്, ഞാൻ അനസാണ്. മൻ അൻതി, നീ ആരാണ്? അപ്പോൾ ഈ കുട്ടി ആരോടാ ചോദിക്കുന്നത്? ഇവളോടാണ് ചോദിക്കുന്നത്, അല്ലേ? ഇങ്ങോട്ടാണ് ചൂണ്ടിയത് കാണുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, മൻ അൻതി, നീ ആരാണ്? ഞാൻ അനസാണ്, നീ ആരാണ്? അപ്പോൾ ഇനി ഈ പെൺകുട്ടി ആരോടാണ് ചോദിക്കുന്നത്? ഇവനോട് തന്നെയാണോ? അല്ല, ഈ പെൺകുട്ടി ചൂണ്ടിയിരിക്കുന്നത് ഇങ്ങോട്ടാണ്, അല്ലേ? താഴേക്കാണ്. ഇവിടെയുള്ള കുട്ടിയോടാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ആരോട് ചോദിക്കും? ഈ കുട്ടിയോട് ചോദിക്കും. ഈ കുട്ടി ഈ കുട്ടിയോട്, ഈ കുട്ടി ഈ കുട്ടിയോട്, ഈ കുട്ടി ഈ കുട്ടിയോട്. അങ്ങനെ ഒരു ചെയിനായിട്ട്, ഒരു ചങ്ങലയായിട്ട് ചോദിച്ചു പോകുന്ന കളിയാണിത്. ആദ്യം എന്ത് പറയണം? അനാനസ്, സ്വന്തം പേര് പറയണം. അതിനുശേഷം നീ ആരാണ് എന്ന് ചോദിക്കണം. ഓക്കെ, ഇവിടെ അനസ് ചോദിക്കുന്നത് എന്താണ്? നീ ആരാണ് എന്നുള്ളതിന് മൻ അൻതി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫാത്തിമ ഉത്തരം പറയുന്നു. ഇത് ഫാത്തിമയാണ്. ഫാത്തിമ ഉത്തരം പറയുന്നത് അന ഫാത്തിമ, ഞാൻ ഫാത്തിമയാണ്. മൻ അൻത, നീ ആരാണ്? ഫാത്തിമ ഇവനോടാണ് ചോദിക്കുന്നത്, നീ ആരാണ്? അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ട്. എന്താണ് വ്യത്യാസം? നീ ആരാണ് എന്നതിന് അനസ് ചോദിക്കുന്നത് മൻ അൻതി എന്നാണ്. ഇവിടെ തായിന് കസ്റ് കാണാം. എന്നാൽ നീ ആരാണ് എന്നുള്ളതിന് ഫാത്തിമ ചോദിക്കുന്നത് മൻ അൻത എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അൻതി എന്ന് പറഞ്ഞാലും അൻത എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അൻതി എന്ന് നമ്മൾ പെണ്ണിനോടാണ് പറയുക. അതുകൊണ്ടാണ് അനസ് ഫാത്തിമയോട് മൻ അൻതി എന്ന് ചോദിച്ചത്, നീ ആരാണ്. ഇനി അൻത എന്നോ, ആണിനോട് നീ എന്ന് പറയാനാണ് അൻത എന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഫാത്തിമ ഈ ആൺകുട്ടിയോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മൻ അൻത എന്ന് പറഞ്ഞത്. അപ്പോൾ പെണ്ണിനോട് നീ എന്ന് പറയാൻ അൻതി എന്നും,
ആണിനോട് നീ എന്ന് പറയാൻ അൻത എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ കളിയിൽ ഓരോരുത്തരും എങ്ങനെ പറയുമെന്ന് നോക്കാം. ഫാത്തിമ ഇവനോട് ചോദിച്ചു മൻ അൻത എന്ന്. അപ്പോൾ ഇവൻ എന്ത് ഉത്തരം പറയണം? അന. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അന ഡാഷ്. അന ഡാഷ്. ഡാഷ് എന്നുള്ളിടത്ത് എന്ത് പൂരിപ്പിക്കും? ഇവന്റെ പേര് പൂരിപ്പിക്കണം. ഇവന് നമുക്കൊരു പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? അന ഖാസിം. ഞാൻ ഖാസിമാണ്. അതിന് ശേഷം ഇവൻ ആരോട് ചോദിക്കണം? ഈ പെൺകുട്ടിയോട് ചോദിക്കണം. എന്ത് ചോദിക്കും? നീ ആരാണ് എന്ന് ചോദിക്കണം. അതിവിടെ മൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ആര് എന്നുള്ളതിൻ്റെ മൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നീ എന്നുള്ളതിൻ്റെ വാക്ക് നമ്മളിവിടെ എഴുതണം. ഇവിടെ എന്തെഴുതും? അൻത എന്നോ അൻതി എന്നോ? ഏതാണ് എഴുതുക? പറയൂ. ഇവിടെ ഇത് പെൺകുട്ടിയാണ്. പെൺകുട്ടിയോട് നീ എന്ന് പറയാൻ അൻതി ആണ് വെക്കേണ്ടത്. അപ്പോൾ അന ഖാസിം മൻ അൻതി. നീ ആരാണ്? ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു. അപ്പോൾ ഇവൾ ഉത്തരം പറയുന്നത് അന ഡാഷ്. ഞാൻ ഡാഷ് ആണ്. എൻ്റെ പേരിവിടെ, ഈ കുട്ടിയുടെ പേരിവിടെ എഴുതണം. ഈ കുട്ടിക്ക് നമുക്ക് ആയിഷ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ അന ആയിഷ. ഞാൻ ആയിഷയാണ്. ഇനി ഇവൾ നീ ആരാണ് എന്ന് ചോദിക്കണം. ആരോട് ചോദിക്കണം? ഇവനോട് ചോദിക്കണം. ഇത് ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടിയോട് നീ ആരാണ് എന്ന് എങ്ങനെ ചോദിക്കും? മൻ അൻത. നീ ആരാണ് എന്ന് ആയിഷ ഇവനോട് ചോദിച്ചു. ആണായതുകൊണ്ട്, ഇവനാണായതുകൊണ്ട് അൻത എന്നാണ് പറയേണ്ടത്. മൻ അൻത. നീ ആരാണ്? അപ്പോൾ ഇവൻ ഉത്തരം പറയുന്നത് എന്താണ്? അന ജാബിർ. ഞാൻ ജാബിറാണ്. നമുക്ക് ജാബിർ എന്ന് വിളിക്കാം ഈ കുട്ടിയെ. അന ജാബിർ. ഞാൻ ജാബിറാണ്. ഇനി ഈ കുട്ടി ആരോടാണ് ചോദിക്കുന്നത്? ഈ പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ മൻ അൻത എന്നാണോ മൻ അൻതി എന്നാണോ? പറയൂ. പെൺകുട്ടിയായതുകൊണ്ട് മൻ അൻതി. നീ ആരാണ്? അപ്പോൾ ഇവൾ ഉത്തരം പറയുന്നത് എന്താണ്? അന റാഷിദ. ഞാൻ റാഷിദയാണ്. ഇനി ഇവൾ ആരോട് ചോദിക്കുന്നു? ഈ ആൺകുട്ടിയോട് ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? നീ ആരാണ്? എങ്ങനെ ചോദിക്കും? മൻ അൻത. നീ ആരാണ്? മൻ അൻത. അപ്പോൾ ഇവൻ ഉത്തരം പറയുന്നത് എന്താണ്? അന മുഹമ്മദ്. ഞാൻ മുഹമ്മദാണ്. ഇതോടെ കുട്ടികൾ കഴിഞ്ഞു. അതുകൊണ്ട് കളിയും കഴിഞ്ഞു. ഇനിയും കുട്ടികളുണ്ടെങ്കിലോ അതിങ്ങനെ ചോദിച്ചു പോകും. ഓക്കെ, നല്ല കളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ ഈ കളി? നമുക്ക് സംസാരിച്ച് പഠിക്കുകയും ചെയ്യാം, കളി ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം, ആണിനോട് നീ എന്ന് പറയാൻ അൻത എന്നും പെണ്ണിനോട് നീ എന്ന് പറയാൻ അൻതി എന്നും ഉപയോഗിക്കണം. ഇനി അടുത്ത പേജിൽ എന്താണുള്ളത് എന്ന് നോക്കാം. ഇവിടെ കുറേ കുട്ടികൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു കുട്ടിയെ കാണാം. ആ കുട്ടിയാണ് ഇവിടെയുള്ള കുട്ടിയോട് പറയുന്നത്. എന്താ പറയുന്നത്? യാ സൽമ. ഈ കുട്ടിയുടെ പേരെന്താണ്? സൽമ. അപ്പോൾ സൽമയെ വിളിക്കുന്നതാണ് യാ സൽമ എന്ന്. ഒരാളെ വിളിക്കാൻ നമ്മളിപ്പം മലയാളത്തിലാണെങ്കിൽ സൽമ എന്ന് വിളിച്ചാൽ മതി. എന്നാൽ അറബിയിൽ യാ സൽമ എന്നാണ് വിളിക്കുക. യാ സൽമ. സൽമ അൻതി റാഖിസ. യു ആർ ഡാൻസിങ്. നീ ഡാൻസ് ചെയ്യുകയാണ്. നീ ഡാൻസ് ചെയ്യുകയാണ് എന്നുള്ളതിന് അൻതി റാഖിസ എന്ന് പറഞ്ഞാൽ മതി. റാഖിസ മീൻസ് ഡാൻസിങ്. അൻതി നമ്മൾ നേരത്തെ പഠിച്ചു. നീ പെണ്ണാകുമ്പോൾ നീ എന്നതിന് അൻതി എന്നാണ് പറയേണ്ടത്. അപ്പോൾ യാ സൽമ. സൽമ അൻതി റാഖിസ. യു ആർ ഡാൻസിങ്. നീ നൃത്തം ചെയ്യുകയാണ് എന്ന് സൽമയോട് ഈ കുട്ടി പറഞ്ഞു. ഇനി ഇവൻ ആരോടാണ് പറയുന്നത്? സലീമിനോടാണ് പറയുന്നത്. ഇതാണ് സലീം അല്ലേ? യാ സലീം. സലീമേ ഡാഷ് റാഖിസുൻ. നീ നൃത്തം ചെയ്യുകയാണ്. യു ആർ ഡാൻസിങ് എന്ന് തന്നെയാണ് ആരോടും പറയേണ്ടത്? സലീമിനോടും പറയേണ്ടത്. ഇവിടെ സൽമയോട് അൻതി റാഖിസ എന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെയാണ് ഇവനോടും പറയേണ്ടത്. എന്താ പറയേണ്ടത്? നീ നൃത്തം ചെയ്യുകയാണ്. പക്ഷേ വ്യത്യാസം, ഇവിടെ പെൺകുട്ടിയാണ്, ഇവിടെ ആൺകുട്ടിയാണ്. പെൺകുട്ടിയോടായതുകൊണ്ട് അൻതി, നീ എന്നുള്ളതിന് അൻതി എന്ന് പറഞ്ഞു. ഇവിടെ ഇത് ആൺകുട്ടിയായതുകൊണ്ട് നീ എന്നുള്ളതിന് എന്ത് വെക്കണം? അൻത എന്ന് വെക്കണം. അപ്പോൾ യാ സലീം. സലീമേ അൻത റാഖിസുൻ. യു ആർ ഡാൻസിങ്. നീ ഡാൻസ് ചെയ്യുകയാണ് എന്ന്
വെക്കണം. ഇനി അടുത്തത് ഇവൻ പറയുന്നത് ആരോടാണ്? ഇവിടെയുള്ള റാഷിദിനോടാണ്. റാഷിദ് എന്താ ചെയ്യുന്നത്? പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ റാഷിദിനോട് പറയുകയാണ്, യാ റാഷിദ്, റാഷിദേ ഡേഷ് കാരിഉൻ, നീ വായിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ നീ എന്നുള്ളതിന് അൻതയാണോ അൻതിയാണോ? റാഷിദ് ആൺകുട്ടിയാണ്, അപ്പോൾ അൻത. യാ റാഷിദ്, റാഷിദേ അൻത കാരിഉൻ, യു ആർ റീഡിങ്, നീ വായിക്കുകയാണ്. ഇനി അതേ കാര്യം ഇവിടെയുള്ള മിനുവിനോട് പറയണം. മിനു എന്ന പെൺകുട്ടി ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കുന്നുണ്ട്. അവളോടും എന്ത് പറയണം? യാ മിനു, മിനു മീനു ആണേ. യാ മീനു, മീനു ഡേഷ് കാര്യ, ഡേഷ് എന്നുള്ളിടത്ത് എന്ത് വെക്കും? നീ എന്ന് പറയാൻ അൻതി. മീനു പെൺകുട്ടി ആയതുകൊണ്ട് അൻതി. അൻതി കാര്യ, യു ആർ റീഡിങ്, നീ വായിക്കുകയാണ്. യാ മീനു അൻതി കാര്യ, മീനു നീ വായിക്കുകയാണ്. ഇനി ബാബുവിനോടാണ് പറയുന്നത്. ബാബു എന്താ ചെയ്യുന്നത്? കളിക്കുകയാണ് അല്ലേ? അപ്പോൾ യാ ബാബു, ബാബു അൻതലായിബുൻ, യു ആർ പ്ലേയിങ്, യു ആർ എ പ്ലെയർ, അങ്ങനെയും പറയാം. അപ്പോൾ ഇവിടെ അൻത എന്നാണ്, കാരണം ബാബു ആൺകുട്ടിയാണ്. ഇനി ഇതാരാണ്? ലീനയാണ്. ലീന പെൺകുട്ടിയാണ്. അപ്പോൾ എന്ത് പറയും? യാ ലീന അൻതിലായിബ, യു ആർ പ്ലേയിങ്. യാ ലീന, ലീന അൻതിലായിബ, യു ആർ പ്ലേയിങ്. അപ്പോൾ അൻതയും അൻതിയും മനസ്സിലായല്ലോ. അൻത ആണും അൻതി പെണ്ണുമാണ്. നീ എന്നാണ് രണ്ടിൻ്റെയും അർത്ഥം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. പെൺകുട്ടിയോട് ഡാൻസിങ് എന്ന് പറയാൻ റാഖിസത്തുൻ എന്നാണ് പറഞ്ഞത്. ആൺകുട്ടിയോടോ റാഖിസുൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ റീഡിങ് എന്നതിന് ആൺകുട്ടിയോട് കാരിഉൻ എന്നും പെൺകുട്ടിയോട് കാരിഅത്തുൻ എന്നുമാണ് പറഞ്ഞത്. പിന്നെ പ്ലേയിങ് എന്നുള്ളതിന് ആൺകുട്ടിയോട് ലായിബുൻ, പെൺകുട്ടിയോട് ലായിബത്തുൻ. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? പെൺകുട്ടിയുടെ കൂടെ അവസാനമൊരു താ മർബൂത്ത ചേരുന്നതാണ്. ഇങ്ങനെ വട്ടത്തിലുള്ള തായിനാണ് താ ഉൻ മർബൂത്തത്തുൻ എന്ന് പറയുക. ആണിൻ്റെ കൂടെ താ ഉണ്ടാവുകയില്ല എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇതോടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.